ഇത് നമ്മുടെ തടിക്കാട് വാർഡിലാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ ഒരു 7 മണിയോടുകൂടിയാണ് ഞാൻ സംഭവം അറിഞ്ഞത്. അപ്പോൾ തന്നെ നേരിട്ട് ഇവിടെ എത്തി. അപ്പോഴാണ് ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചു എന്നുള്ള സംഭവം അറിയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതിൻ്റെ എല്ലാം അന്വേഷണത്തിനൊടുവിൽ അറിയാൻ കഴിയും. അത്രേ അറിയത്തില്ല. അവർ പരിചയം ഉള്ളവരാണ് നേരത്തെ. സിബിക്ക് മരിച്ച പെൺകുട്ടിക്ക് 37 വയസ്സ്, അയാൾക്കൊരു 46 വയസ്സ് പ്രായം. കുട്ടികളുണ്ട് 2 പേർക്കും. സിബിക്ക് 2 ഇരട്ട കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. അയാൾക്ക് 2 മക്കളുണ്ട്, 5ലും 8ലും പഠിക്കുന്ന 2 മക്കളുണ്ട്. ഞാൻ അറിഞ്ഞത് ഒരു 6:45 7 മണിയായി കാണും. പക്ഷെ സംഭവം നടന്നൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. എൻ്റെ പേര് അനിൽകുമാറാണ്. എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ഈ മരണപ്പെട്ട സിബി എന്ന് പറയുന്നത്. ഞാൻ ഈ മരണപ്പെടുന്നതിനൊരു 15 മിനിറ്റ് മുമ്പ് കണ്ടിട്ട് ഞങ്ങൾ താഴോട്ട് പോയതാണ്. ക്ഷേത്രത്തിൽ ഇന്ന് പൂജയായിരുന്നു. ഇന്ന് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ താഴോട്ട് പോയിട്ട് ഇവിടെ ഈ മില്ലിൻ്റെ അടുത്ത് വരുമ്പോഴാണ് കൂട്ടുകാർ ഷാനവാസും ബാബുവൊക്കെ പറയുന്നത്, അണ്ണേ അവിടെ വേറെ ബിജു എന്ന് പറയുന്ന ആൾ അവൻ കയറി പ്രശ്നം ഉണ്ടാക്കി അവിടെ പെട്രോൾ ഒഴിച്ച് തീ കത്തുന്നു, എളുപ്പം ചെന്ന് ഇങ്ങനെ ഡോറടിച്ച് പൊളിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒന്ന് ആദ്യമേ നിന്ന് എന്നിട്ട് ഞങ്ങളിച്ചിരി സ്നേഹം കൊണ്ട് ഇച്ചിരി സഹകരണം കുറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 2-3 മാസം കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് മാറി നിന്നു. എന്നിട്ട് ഞാൻ മക്കളെ വെളിയായിട്ട് ഓടി വന്നപ്പോൾ കുഞ്ഞിൻ്റെ മൂത്ത മോൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് ചോര വന്നിട്ട് അവിടെ തീ കത്തുകയാണ്. പിന്നെ ജനൽ തുറക്കാൻ പറ്റിയില്ല. അത് പിന്നെ ഇവിടുത്തെ ജോലിക്ക് നിന്ന ആ സ്ത്രീ ഞാനിവിടെ ഒരു വടിയെടുത്ത് ജനലടിച്ച് പൊളിച്ചിട്ട് പിന്നെ ജനൽ തുറന്നില്ല. അപ്പോൾ പിന്നെ അകത്ത് കയറി കുടവെടുത്തുകൊണ്ട് വന്ന് ജനൽ തുറന്ന് അതിന് തീ കത്തിക്കൊണ്ടിരിക്കുക. അന്നേരം പിന്നെ ഞങ്ങൾ വെള്ളം കോരി ഒഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഓസറത്തിനൊന്ന് വെള്ളം അണച്ച് അപ്പോഴത്തേക്ക് SI ടീം എല്ലാവരും വന്ന് ഞങ്ങളുടെ ഡോറ് ചവിട്ടിപ്പൊളിച്ചിട്ട് പൊളിഞ്ഞില്ല. 3 കുറ്റിയിട്ടേക്കുമായിരുന്നു. പിന്നെ അടിച്ച് പൊളിച്ച് ഡോറ് തുറന്ന് എന്നിട്ട് വെള്ളം ഒഴിച്ച് മൊത്തം അണച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 2 കുട്ടികൾ, ഇരട്ട കുട്ടികളാണ്. 14 വയസ്സ്, 9ലാണ് പഠിക്കുന്നത്. അയൽവാസി എന്ന് പറഞ്ഞാൽ അവർ ഇല്ലായിരുന്നു. എൻ്റെ പെങ്ങളും അളിയനാണ് താമസിക്കുന്നത്. കുടുംബം ഞങ്ങളെ പെങ്ങളെ മക്കളാണ്. അവർ ഇന്നലെ കടയ്ക്ക് ഉത്സവം ആയിക്കൊണ്ട് അവർ ഉത്സവത്തിന് പോയിട്ട് അവിടെ തങ്ങിയായിരുന്നു. അവർ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് വന്നത് അവർ. പിന്നെ സംഭവം ഓടി വന്ന് മേലത്തെ പിന്നെ മണി എന്ന് പറയുന്ന അപ്പച്ച ഓടി വന്നത് ഇവിടെ. അതിനുശേഷം ഞാൻ വന്നത് തന്നെ. മാമയാണ്, മൂത്ത സഹോദരിയുടെ ഇളയ മകനാണ്. കുറേ നാളുകൊണ്ട് ഞങ്ങളൊന്നും വലിയ സഹകരണമില്ല. ഈ സ്വഭാവ ദൂഷ്യമൊക്കെ വെച്ചുകൊണ്ടാണ്. പിന്നെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഒരു 6:30ക്കാണ് ഈ വിവരം അറിയുന്നത്. അറിഞ്ഞപ്പോഴേ പള്ളിയിൽ നിൽക്കുകയായിരുന്നു. ഉടനെ ഇവിടെ വന്ന് കണ്ടിട്ട് പോയി. ബന്ധുക്കളെയൊക്കെ അറിയിച്ച് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇവനുമായിട്ട് ബന്ധപ്പെട്ട ഈ ബിജുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ബന്ധുക്കൾക്ക് ആർക്കും അറിയത്തില്ല. എനിക്കും അറിയത്തില്ല, സഹോദരിമാർക്കും അറിയത്തില്ല, മൂത്തവർക്ക് ആർക്കും അറിയത്തില്ല. ആരുമായിട്ടും സഹകരണമില്ല. അപ്പോൾ ഒരു 2 വർഷം കൊണ്ട് ഈ ബന്ധുക്കളുമായിട്ടൊന്നും സഹകരണമില്ല. അത് വേറെ ചില കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അങ്ങനെയാണ് സംഭവം. പിന്നെ എന്തോ സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്തോ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെയുള്ള എന്തോ സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും, ഈ ബന്ധുക്കൾക്ക് ആർക്കും അറിയത്തില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. ആര്? അവൻ വയലത്തൂർ മലപ്പുറത്ത് വിവാഹം കഴിച്ചു. 2 മക്കളാണ്, 2 ചെറുക്കന്മാരാണ്. കാര്യമുണ്ട്. പിന്നെ ഇതും ഒരു മോനും ഒരു മോളും, ട്വിൻസാണ് ഈ പെൺകുട്ടിക്ക്. അത്രയേ ഉള്ളൂ. നേരത്തെ ഇവർ തമ്മിൽ ഇന്ന് പത്രത്തിലുണ്ടല്ലോ, ഒരു വർഷങ്ങളായി വളരെ സൗഹൃദത്തിലാണ്. ഇതൊന്നും നമ്മളറിയുന്നില്ല. നമ്മൾ ഈ ഇവരുടെ സൗഹൃദം അറിഞ്ഞപ്പോൾ ഒരു 3-4 മാസമേ ആവുന്നുള്ളൂ. പിന്നെ നമ്മൾ അവനുമായിട്ട് പ്രത്യേകിച്ച് സഹകരണവുമില്ല, സംഭാഷണവുമില്ല. അതുകൊണ്ട് നമ്മൾ ചോദിക്കാനും പോയില്ല, ഒരു കാര്യം ചോദിക്കാൻ പോയിട്ടില്ല ഇതുവരെ. മനുഷ്യയാളിൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് ഞാൻ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. പിന്നെ വിവരം അറിഞ്ഞ് ഓടി വന്നതാണ്. അപ്പോഴാണ് കാര്യങ്ങളുടെയൊക്കെ മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. കണ്ടു വല്ലാത്തൊരവസ്ഥയില്ല. ഒരു ദിലീപ്, ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ അറക്കൽ മണ്ഡലം സെക്രട്ടറിയാണ്. ബിജു
ആദ്യമേ കോൺഗ്രസ്സിലായിരുന്നു, പിന്നെ CPIയിൽ പോയി, ഇപ്പം CPMലായിരുന്നു മരിക്കുമ്പോൾ. അവൻ പൊതുവേ അവൻ നല്ല പയ്യനായിരുന്നു. അവന് സാമ്പത്തികപരമായും കുടുംബപരമായും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവന് നിർഭാഗ്യവശാൽ ഇങ്ങനെ സംഭവിച്ചതിൽ അതിയായ വിഷമമുണ്ട്. അവൻ്റെ 2 കുട്ടികൾ അനാഥരായി, ഇവിടെ 2 കുട്ടികൾ അനാഥരായി. നമുക്ക് വിഷമമുണ്ട്, എന്ത് ചെയ്യാനാ. വഴിപിഴച്ചതിൻ്റെ ഉദാഹരണമാണിത്. അവനെ നിയന്ത്രിക്കാൻ ആളില്ലാതെ പോയതിൻ്റെ ഉദാഹരണമാണിത്. അതായത് ഈ അടുത്ത സമയമാണ് അവൻ്റെ ഉമ്മ മരണപ്പെട്ടത്. ആദ്യമേ ഇവന് ജോലിയൊക്കെ ശരിയാക്കി കൊടുത്ത് എറണാകുളത്ത് PVS ഹോസ്പിറ്റല്, അതായത് കെട്ടിടത്തിൽ സുലൈമാൻ മാമാണ് പുള്ളി ഒരു ജോലിയൊക്കെ ഒപ്പിച്ചു കൊടുത്ത് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പയ്യനായിരുന്നു. അവിടെ നിന്ന് ഒരു കൊച്ചിനെ സ്നേഹിച്ച്, മലപ്പുറത്തുള്ളതാണ്, അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു 2 കുട്ടികളുമായി മര്യാദയ്ക്ക് ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് രാഷ്ട്രീയത്തിലിറങ്ങി. അങ്ങനെ അയാൾ നിയന്ത്രിക്കാൻ ആളില്ല, ആ ഒറ്റ ഒരു കാരണമാണ്. പിന്നെ ഈ ബന്ധം ഈ അടുത്ത സമയം മുതലാണ് തുടങ്ങിയത്.